ഡൽഹിയിൽ പല വമ്പന്മാരുടെയും മുഖ്യമന്ത്രി മോഹം രേഖ ഗുപ്ത എന്ന വനിതാ നേതാവിന് മുമ്പിൽ കരിഞ്ഞു വീണിരിക്കുകയാണ്. 2.5 പതിറ്റാണ്ട് കാലം രാജ്യ തലസ്ഥാനത്ത് അധികാരം കിട്ടാതെ വലഞ്ഞ ബി.ജെ.പി സുഷമയ്ക്കു ശേഷം മറ്റൊരു വനിതാ മുഖ്യമന്ത്രിയെ രംഗത്തിറക്കിയിരിക്കുകയാണ്. കൈവിട്ടുപോയ അധികാരം നിലനിർത്താൻ രേഖ ഗുപ്ത എന്ന മഹിളാ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷ തന്നെയാണ് മുഖ്യമന്ത്രിയെ നിയോഗിച്ചിരിക്കുന്നത്. സുഷമയ്ക്കും ഷീലാ ദീക്ഷിതിനും അത്തിഷിക്കും പിന്നാലെ ഡൽഹിയെ നയിക്കാൻ വീണ്ടും വനിതാ മുഖ്യമന്ത്രി എത്തുന്നതോടെ കൂടുതൽ വനിതാ മുഖ്യമന്ത്രിമാർ അധികാരത്തിലെത്തിയ അത്തരത്തിലൊരു ഇടമായി ഡൽഹി മാറുകയാണ്. ഡൽഹിയിലെ വനിതാ വോട്ടർമാരാണ് ഏതു പാർട്ടിയുടെയും എക്കാലത്തെയും ശക്തി. അത് കൃത്യമായി വിനിയോഗിച്ചാണ് കഴിഞ്ഞ 3 തവണയും കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ AAP അധികാരത്തിലേറിയത്. കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന 5 പേരുടെ വീടുകൾ കനത്ത കാവലാണ് ഡൽഹി പോലീസ് ഒരുക്കിയത്. BJP നേതൃത്വത്തിന് ഒരു പേരിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു ഈ മുൻകരുതൽ. നിയമസഭയിലേക്ക് മത്സരിക്കാതിരുന്ന സ്മൃതി ഇറാനി, സുഷമയുടെ മകൾ ബാൻസുരി എന്നിവരുടെ പേരും മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും ഇവരെ സുരക്ഷിത സീറ്റിൽ നിർത്തി വിജയിപ്പിക്കാനാകുമോ എന്ന ആശങ്കയും BJP നേതൃത്വത്തിനുണ്ടായിരുന്നു. ഇതോടെയാണ് രേഖയ്ക്ക് നറുക്കു വീണത്. BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായ രേഖ ഗുപ്തയിലൂടെ സുഷമ സ്വരാജിന്റെ പിൻഗാമിയെ കൂടിയാണ് ഡൽഹിയിൽ BJPക്ക് ലഭിച്ചിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രിയായി പർവേഷ് വർമ്മയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 1998-ൽ സുഷമ സ്വരാജ് 52 ദിവസമാണ് ഡൽഹിയിൽ അധികാരത്തിലിരുന്നത്. പിന്നീട് പാർലമെന്റിലും രാജ്യമൊട്ടാകെയും മികച്ച പ്രകടനം BJP കാഴ്ചവെങ്കിലും രാജ്യ തലസ്ഥാനത്തെ ഭരണം ഒരു സ്വപ്നം മാത്രമായി BJPക്ക് അവശേഷിച്ചു. 27 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം തലസ്ഥാനത്ത് അധികാരം തിരിച്ചുപിടിച്ച BJP ഇപ്പോൾ രേഖ ഗുപ്തയിലൂടെ മറ്റൊരു വനിതയെ തന്നെ തലസ്ഥാനത്തിന്റെ നായക പദവിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ BJPക്ക് രാജ്യത്തുള്ള ഏക വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. 50-കാരിയായ രേഖ ഗുപ്ത ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാലിമാർ ബാഗ് നിയോജക മണ്ഡലത്തിൽ നിന്ന് 29,595 വോട്ടുകൾക്ക് AAPയുടെ ബന്ധന കുമാരിയെ പരാജയപ്പെടുത്തിയത്. 2020-2015 തെരഞ്ഞെടുപ്പുകളിൽ രേഖ ഗുപ്ത ബന്ധന കുമാരിയോട് പരാജയപ്പെട്ടിരുന്നു. അതിനുള്ള മധുര പ്രതികാരം കൂടിയായിരുന്നു ഇത്തവണത്തെ വിജയം. 92-ൽ ഡൽഹി സർവകലാശാലയിലെ ദൗലത് റാം കോളേജിൽ പഠിക്കവേ ABVP-യിലൂടെയാണ് രേഖ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. 1996-97 ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി. 2007-ൽ നോർത്ത് വിധംപൂരയിൽ നിന്ന് കോർപ്പറേഷൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കൗൺസിലറായി പ്രവർത്തിക്കവേ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന വിദ്യാർത്ഥിനികളെ പ്രോത്സാഹിപ്പിക്കാൻ സുമേധാ യോജന പദ്ധതി ആരംഭിച്ച് വാർത്തകളിൽ ഈ നേതാവ് ഇടം പിടിച്ചു. എന്തായാലും കെജ്രിവാളും സിസോദിയും തോറ്റതോടെ പ്രതിപക്ഷ നേതാവായി അതിഷിയായിരിക്കും ഡൽഹി നിയമസഭയിൽ ഇനി AAP നയിക്കുക എന്നത് ഉറപ്പാണ്. സഭയിൽ അതിഷിയുടെ വാക്കുകൾക്ക് മറുപടി പറയേണ്ടത് മറ്റൊരു വനിത ആയിരിക്കണമെന്ന ധാരണയോടെയാണ് രേഖ ഗുപ്തയെ BJP ഡൽഹിയുടെ താക്കോലേൽപ്പിച്ചത്.